ഹലോ, ഒരു അടിപൊളി പറുദീസ ചിക്കൻ്റെ റെസിപ്പി കാണാം കേട്ടോ. അതിനായിട്ട് ഞാനൊരു ഹോൾ ചിക്കൻ എടുത്തിരിക്കുന്നത് ഏകദേശം 1 കിലോ 100 ഗ്രാമോളം വരും. നമുക്കിനി ഈ ചിക്കൻ ഒന്ന് മാരിനേഷൻ ചെയ്തതിന് ആവശ്യമുള്ള സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 5 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനയിലയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്ലിപ്പിംഗ്സ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ് കേട്ടോ. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീർ ചില്ലിപ്പൊടി, എരിവിന് ആവശ്യമായിട്ട് 1/2 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടിയും കൂടി ഞാൻ ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ടൊരു മന്തി മസാലയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായി ക്യൂബായി അരിഞ്ഞതും നമ്മുടെ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം, നല്ല ഫ്ലേവർ കിട്ടും. നമ്മളിനി വെള്ളത്തിലല്ല കേട്ടോ, ഒരല്പം ഓയിൽ ഒഴിച്ചിട്ടാണ് നമ്മുടെ ചിക്കൻ നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മളിനി ഇതിലേക്ക് പ്രത്യേകിച്ച് വേറെ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വെള്ളവും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഈ തിരുമ്മി വെച്ചിരിക്കുന്ന ഓയിലും മിക്സും ചേർത്തിട്ടാണ് നമ്മൾ ഈ ചിക്കൻ വേവിച്ചെടുക്കുന്നത്. നമുക്ക് അടുത്തതായി ഇതിലേക്ക് ഒരല്പം ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. ഞാനൊരു ഹാഫ് ലെമണാണ് ഇവിടെ പിഴിഞ്ഞൊഴിച്ചിരിക്കുന്നത്. നമ്മുടെ ചിക്കൻ്റെ മീറ്റ് അല്പം സോഫ്റ്റായി കിട്ടും നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ. ചിക്കൻ നല്ല അരപ്പൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഞാൻ ഏകദേശം ഒരു 45 മിനിറ്റ്സോളമാണ് ചിക്കൻ കുക്ക് ചെയ്യാനെടുത്ത ടൈം എന്ന് പറയുന്നത്. നമുക്കിതിലേക്കൊരു ക്രീം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരല്പം കാഷ്യൂനട്ടും ബദാമും കൂടെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് 5 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കൻ പയ്യെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പയ്യെ സോഫ്റ്റായിട്ട് തന്നെ എടുത്ത് തിരിച്ചിട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മീറ്റ് നല്ല സോഫ്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളമോ ഓയിലോ ഒന്നും നമ്മുടെ ചിക്കനിലേക്ക് വേറെ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഈ ഗ്രേവി തന്നെ നമ്മൾ ചിക്കനിലേക്ക് ആ തവി വെച്ച് പയ്യെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റി സൂപ്പർ ചിക്കനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഞാനൊരു അല്പം കസൂരി മേത്തി കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു നമ്മുടെ ചിക്കൻ കേട്ടോ. ഞാനിനി കാഷ്യൂ ബദാം പേസ്റ്റ് നമുക്ക് ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ കറിക്ക് അല്പം തിക്ക് ഗ്രേവി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ അതിനുശേഷം അൽമറായിയുടെ ഫ്രഷ് ക്രീമും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ കാഷ്യൂ ബദാം പേസ്റ്റ് ഇടുമ്പോൾ തന്നെ അത്യാവശ്യം ഗ്രേവി നമുക്ക് തിക്കായിട്ട് കിട്ടും. എൻ്റെ കയ്യിൽ കുറച്ച് ക്രീം ഉണ്ടായിരുന്നത് കൊണ്ടാണ് കേട്ടോ ഞാനത് ആഡ് ചെയ്ത് കൊടുത്തത്. നല്ല സൂപ്പർ ടേസ്റ്റി ക്രീം പറുദീസ ചിക്കൻ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ അപ്പത്തിനും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും പൊറോട്ടയ്ക്കും ഒപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കായാലും ഇഷ്ടപ്പെടും. അധികം സ്പൈസി അല്ലാത്ത അടിപൊളി ടേസ്റ്റി പറുദീസ ചിക്കനാണ്. ഈ നോമ്പ് കാലത്തിൽ നിങ്ങളെല്ലാവരും ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.